എമ്പുരാൻ ഇന്ത്യയിൽ ഈ വർഷത്തെ ഏറ്റവും ബഡ്ജറ്റുള്ള ചിത്രമാണോ? മലയാള സിനിമയിൽ അപ്കമിംഗ് റിലീസുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള ഒന്നാണ് എമ്പുരാൻ എന്ന സിനിമ. പൃഥ്വിരാജിന്റെ സംവിധാന അരങ്ങേറ്റമായിരുന്ന വൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന് തന്നെയാണ് ആ ഹൈപ്പിനുള്ള പ്രധാന കാരണവും. മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രമാണ് എമ്പുരാൻ. ഈ ചിത്രത്തിനു വേണ്ടി അവർ ചിലവഴിച്ച പണം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ചിത്രത്തിലെ ഓരോ ഷോട്ടും മനോഹരമാണ്. അവയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള ക്യാമറ വർക്കും ലൈറ്റിംഗും ഓരോ സീനും ഡിസൈൻ ചെയ്ത രീതിയും അതിനുവേണ്ടിയുള്ള അധ്വാനം എല്ലാം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. എമ്പുരാനിലെ ഓരോ സെക്കൻഡും ഒരു വിരുന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അതെല്ലാം കണ്ടാൽ ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചൊരു ചിത്രമാണോ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയധികം ഗംഭീരമായിട്ടാണ് എമ്പുരാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ പോലും അതൊരു ഹോളിവുഡ് ചിത്രമാണോ എന്ന തരത്തിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബജറ്റ് എത്രയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹനായ സുജിത് വാസുദേവ്. നിർമ്മാതാവ് എന്ന നിലയിൽ ആന്റണി പെരുമ്പാവൂരിന് ഈ ചിത്രത്തിലുള്ള ആവേശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ചിത്രത്തിന്റെ വലുപ്പത്തെക്കുറിച്ചും ബജറ്റിനെക്കുറിച്ചുമൊക്കെ സുജിത്ത് പറയുന്നത്. ആന്റണി പെരുമ്പാവൂരിന് എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഇത്ര വലിയ ചിത്രം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകില്ലായിരുന്നു എന്നാണ് സുജിത്ത് പറയുന്നത്. 140 മുതൽ 150 കോടിയാണ് എമ്പുരാന്റെ മുടക്കുമുതലെന്നാണ് ഛായാഗ്രഹൻ പറയുന്നത്. ഈ ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായി ലൂസിഫറിന്റെ ഛായാഗ്രഹണവും സുജിത്ത് തന്നെയാണ് നിർവഹിച്ചത്. അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ മോഹൻലാൽ 20 കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. UK, US എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.